സബ്സ്ക്രൈബ് ചെയ്യൂ GKPSC ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ, ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും GKPSCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം GKPSCയുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. GKPSCയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ തീരപ്രദേശങ്ങളും ദ്വീപുകളും. ഇന്ത്യയുടെ തീരപ്രദേശം പ്രധാനമായും രണ്ട് ഭാഗമായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമതായിട്ടുള്ളത് കിഴക്കൻ തീരപ്രദേശം, രണ്ടാമത്തേത് പടിഞ്ഞാറൻ തീരപ്രദേശം. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇന്ത്യയുടെ തീരപ്രദേശത്തെ വിഭജിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം കരയതിർത്തിയാണ് ഏകദേശം 15,200 കിലോമീറ്റർ. ഇതിൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയാണ് ഏകദേശം 7,516 കിലോമീറ്റർ. ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ്, അതായത് സുന്ദർബൻ ഡെൽറ്റ വരെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ, അതായത് സുന്ദർബൻ ഡെൽറ്റ. ഫലഭൂഷ്ടമായ മണ്ണുള്ള ഈ മേഖലയിലെ പ്രധാന കാർഷിക വിളയാണ് നെല്ല്. ഓർമ്മിക്കുക, ഇത്തരം മേഖലയിൽ ഉൾപ്പെട്ട കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ധാതുക്കളാണ് മോണസൈറ്റും ഇൽമനൈറ്റും. ഓർമ്മിക്കുക, നമ്മുടെ കേരളത്തിൻ്റെ തീരത്തിലും ഇത്തരത്തിലുള്ള മേഖലകളുണ്ട്. അത്തരം മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണ് മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നിവ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ തീരപ്രദേശത്തിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് കിഴക്കൻ തീരപ്രദേശം, രണ്ടാമത്തേത് പടിഞ്ഞാറൻ തീരപ്രദേശം. നമുക്കിതിൽ കിഴക്കൻ തീരപ്രദേശത്തെക്കുറിച്ചിട്ട് പഠിക്കാം. കിഴക്കൻ തീരപ്രദേശം വടക്ക് ഗംഗാ ഡെൽറ്റ പ്രദേശം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന തീരപ്രദേശമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം. ഓർക്കുക, വടക്ക് ഗംഗാ ഡെൽറ്റ പ്രദേശം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന തീരപ്രദേശമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശം. ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്താണ് വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെടുന്ന തീരപ്രദേശവും കിഴക്കൻ തീരപ്രദേശമാണ്. എക്കൽ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടതും ഡെൽറ്റകളാൽ സമ്പുഷ്ടവുമാണ് കിഴക്കൻ തീരപ്രദേശം. പടിഞ്ഞാറൻ തീരസമതലങ്ങളെക്കാളും വിസ്തൃതമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം. പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. ഈ കിഴക്കൻ തീരസമതലത്തിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അതിലൊന്നാമത്തേതാണ് കൊറമാൻഡൽ തീരം, രണ്ടാമത്തേത് വടക്കൻ സിർക്കാർസ്. കൊറമാൻഡൽ തീരം. എന്താണ് കൊറമാൻഡൽ തീരം? തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് കൊറമാൻഡൽ തീരം. കൊറമാൻഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഫാൾസ് ഡെവി പോയിന്റ് എന്നാണ്. ഓർക്കുക, കൊറമാൻഡൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഫാൾസ് ഡെവി പോയിന്റ് എന്നാണ്. കൊറമാൻഡൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണാണ് എക്കൽ മണ്ണ്. ഓർക്കുക, കൊറമാൻഡൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. കൃഷ്ണ, കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നത് കൊറമാൻഡൽ തീരമെന്നാണ്. ഗോദാവരി, കൃഷ്ണ ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു തടാകം. ഇതാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. തമിഴ്നാടിൻ്റെയും
ആന്ധ്രാപ്രദേശിൻ്റെയും കിഴക്കൻ തീരപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പയാങ്ഘട്ട് അഥവാ കൊറമാൻഡൽ എന്നാണ്. അടുത്തത് വടക്കൻ സിർക്കാർസ്. ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാൾ തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് വടക്കൻ സിർക്കാർസ്. ഇതിൽ ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ്. ഓർക്കുക, ഉത്കൽ സമതലം എന്നാൽ ഒഡീഷയുടെ തീരപ്രദേശമാണ്. കിഴക്കൻ തീരസമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. ഓർമ്മിക്കുക, കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. ചിൽക്ക തടാകം ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കൻ സിർക്കാർസ് തീരസമതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് വിശാഖപട്ടണം. ഓർക്കുക, വടക്കൻ സിർക്കാർസ് തീരസമതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് വിശാഖപട്ടണം. മഹാനദി, കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നത് വടക്കൻ സിർക്കാർസ് എന്നാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തിനെ പ്രധാനമായും 3 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമതായി ഗുജറാത്ത് തീരം, രണ്ടാമതായി കൊങ്കൺ തീരം, മൂന്നാമതായി മലബാർ തീരം. ഓർക്കുക, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തിനെ പ്രധാനമായും 3 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഗുജറാത്ത് തീരം, രണ്ടാമത്തേത് കൊങ്കൺ തീരം, മൂന്നാമത്തേത് മലബാർ തീരം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയുടെ തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരപ്രദേശം. ഒന്നുകൂടി ഓർക്കുക, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യയുടെ തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരപ്രദേശം. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരപ്രദേശം. ഓർക്കുക, തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരപ്രദേശം. മനോഹരമായ കായലുകളും അഴിമുഖങ്ങളും ഈ തീരസമതലത്തിൻ്റെ പ്രത്യേകതകളാണ്. ഓർക്കുക, പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണ് മനോഹരമായ കായലുകളും അഴിമുഖങ്ങളും ഈ തീരസമതലത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ 3 ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ഗുജറാത്ത് തീരം. ഗുജറാത്തിൻ്റെ തീരപ്രദേശമാണ് പ്രധാനമായും ഗുജറാത്ത് തീരം എന്നറിയപ്പെടുന്നത്. ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പാട്ടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ ഓഫ് കച്ച്. ഓർക്കുക, ഗുജറാത്തിൻ്റെ തീരപ്രദേശമാണിത്. ഗൾഫ് ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കമ്പാട്ടിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങൾ അറിയപ്പെടുന്നത് റാൻ ഓഫ് കച്ച് എന്ന പേരിലാണ്. അടുത്തത് കൊങ്കൺ തീരം. മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനത്തിൻ്റെ വടക്കൻ തീരം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ കൊങ്കൺ തീരം. പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായ മുംബൈ പോർട്ട് സ്ഥിതി ചെയ്യുന്നതും കൊങ്കൺ തീരത്തിലാണ്. ഒന്നുകൂടി ഓർമ്മിക്കുക, കൊങ്കൺ തീരം മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനത്തിൻ്റെ വടക്കൻ തീരപ്രദേശം എന്നിവയാണ് കൊങ്കൺ തീരത്തിൽ വരുന്നത്. പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ്. ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായ മുംബൈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മലബാർ തീരം. കർണാടക സംസ്ഥാനത്തിൻ്റെ തെക്കൻ തീരവും കേരള തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് മലബാർ തീരം.
പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് മലബാർ തീരമെന്നാണ്. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശമാണ് മലബാർ തീരം. ഇതിൽ തന്നെ വടക്കൻ മലബാർ തീരം എന്നറിയപ്പെടുന്നത് കർണാടകത്തിൻ്റെ തീരപ്രദേശമാണ്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കുക, മലബാർ തീരമെന്നാൽ കർണാടക സംസ്ഥാനത്തിൻ്റെ തെക്കൻ തീരവും കേരളത്തിൻ്റെ തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് മലബാർ തീരം. പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് മലബാർ തീരമെന്നാണ്. ഈ തീരപ്രദേശത്താണ് ലഗൂണുകൾ കാണപ്പെടുന്നത്. വടക്കൻ മലബാർ തീരം എന്നാൽ അത് കർണാടക സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PSCക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.